ഓം ശിവശക്തി ഐക്യരൂപിണ്യൈ നമഃ. ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ ധ്യാന ശ്ലോകവും അതിൻ്റെ അർത്ഥവും ഈ വീഡിയോയിൽ ഏറ്റവും ലളിതമായി ഏവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ പറയാൻ ശ്രമിക്കുന്നു. താൽപ്പര്യമുള്ള ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഓം സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീ സ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീം ആപീനവക്ഷോരുഹാം പാണിഭ്യാം അളിപൂർണരത്നചഷകം രക്തോത്പലം ബിഭ്രതീം സൗമ്യാം രത്നകടസ്ഥരക്തചരണാം ധ്യായേത് പരാം അംബികാം. ഈ ശ്ലോകഭാഗത്തിൻ്റെ അർത്ഥം സിന്ദൂരം പോലെ ചുവന്ന നിറമുള്ളവളും 3 കണ്ണുകളോട് കൂടിയവളും മാണിക്യരത്നങ്ങൾ മിന്നിത്തിളങ്ങുന്ന കിരീടത്തിൽ ചന്ദ്രക്കല ധരിച്ചവളും മന്ദസ്മിതം തൂകുന്ന വദനം ഉള്ളവളും ഇരു കൈകളിലുമുള്ള രത്നകുംഭങ്ങളിലെ പ്രകാശം കണ്ട് പൂക്കളാണെന്ന് കരുതി ആകൃഷ്ടരായി തേനുണ്ണുവാൻ അടുക്കുന്ന വണ്ടുകളാൽ വലം വയ്ക്കുന്നവളും ചെന്താമരപ്പൂവ് കയ്യിൽ ധരിച്ച് സൗമ്യഭാവത്തോടെ രത്നം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കുടത്തിൽ ചെന്താമര കാലടികൾ വെച്ച് ശോഭിക്കുന്നവളും ആയ അല്ലയോ അമ്മേ, അവിടുത്തെ ഞാൻ ധ്യാനിക്കുന്നു. ഇതാണ് ആദ്യ ശ്ലോകഭാഗത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകഭാഗം ഇങ്ങനെയാണ്: ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായദാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസത് ഹേമപത്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയതാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുധാം സർവസമ്പത് പ്രദാത്രീം. ഇതാണ് ശ്ലോകഭാഗം. ഇതിൻ്റെ അർത്ഥം: താമര ഇതളിൽ ഇരിക്കുന്നവളും പ്രസന്നമായതും വിടർന്ന മുഖവും ഉള്ളവളും താമരയിതൾ പോലെ നീണ്ടതായ കണ്ണുകൾ ഉള്ളവളും സ്വർണത്തിൻ്റെ നിറത്തോടു കൂടിയവളും മഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നവളും കയ്യിൽ പൊൻതാമര ഏന്തിക്കൊണ്ട് സർവ അലങ്കാരത്തോടു കൂടി സദാസമയവും ഭക്തന്മാർക്ക് അഭയം കൊടുക്കുന്നവളും നമ്രശിരസ്കരായി നിൽക്കുന്ന ഭക്തരുടെ സങ്കടങ്ങൾ കേൾക്കുന്നവളും ശ്രീവിദ്യാ സ്വരൂപിണിയും ശാന്തമൂർത്തിയും സകല ദേവന്മാരാലും സ്മരിക്കപ്പെടുന്നവളും സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നവളും ആയിരിക്കുന്ന ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. ഇതാണ് മേൽപ്പറഞ്ഞ ശ്ലോകഭാഗത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്ത ശ്ലോകഭാഗം നോക്കാം. സകുങ്കുമ വിലേപനാം അളിക ചുംബി കസ്തൂരികാം സമന്ദഹസിതേക്ഷണാം സശരചാപപാശാങ്കുശോജ്വലാം അശേഷജനമോഹിനീം അരുണമാല്യഭൂഷാംബരാം ജപാ കുസുമഭാസുരാം ജപവിധൗ സ്മേരദംബികാം. ഈ ശ്ലോകഭാഗത്തിൻ്റെ അർത്ഥം: കുങ്കുമ പൂവിൻ്റെ കുഴമ്പ് ശരീരത്തിൽ പൂശിയിരിക്കുന്നവളും
വണ്ടുകളെ ആകർഷിക്കുമാറ് കസ്തൂരി തിലകം നെറ്റിയിൽ ചാർത്തിയിട്ടുള്ളവളും മന്ദസ്മിതം തൂകുന്ന നോട്ടങ്ങൾ ഉള്ളവളും അമ്പ്, വില്ല്, പാശം, അങ്കുശം എന്നിവകൾ ധരിച്ചിരിക്കുന്നവൾ, ലോകത്തിലുള്ള സർവ ജനങ്ങളെയും ഒറ്റ നോട്ടത്തിൽ തന്നെ മോഹിപ്പിക്കുന്നവളും, നല്ല ചുവപ്പ് നിറമുള്ള മാല ധരിച്ചിരിക്കുന്നവളും, ചെമ്പരത്തിപ്പൂവ് പോലെ സമുജ്വല ശോഭയോടെ വിളങ്ങുന്നവളും ആയ ദേവിയെ ജപസമയത്ത് ഞാൻ സ്മരിക്കുന്നു. ഇതാണ് മേൽപ്പറഞ്ഞ ശ്ലോകഭാഗത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്ത ശ്ലോകഭാഗം നോക്കാം. അരുണാം കരുണാതരംഗിതാക്ഷീം ധൃത പാശാങ്കുശപുഷ്പബാണ ചാപാം അണിമാതിഭിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനി. ഈ ശ്ലോകഭാഗത്തിൻ്റെ അർത്ഥം സൂര്യോദയ സമയത്ത് കാണുന്ന ആകാശത്തിൻ്റെ ചുവന്ന നിറമുള്ളവളും കരുണ പൊഴിയുന്ന കണ്ണുകൾ ഉള്ളവളും പാശം, അങ്കുശം, ചാപം, പുഷ്പബാണം എന്നിവ കൈകളിൽ ധരിച്ചിട്ടുള്ളവളും അണിമ, മഹിമ, ലഘിമ, ഗരിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രകാശം എന്നീ അഷ്ട ഐശ്വര്യരശ്മികളുടെ പൊൻകിരണങ്ങൾ കൊണ്ട് ചൂഴപ്പെട്ട് നിൽക്കുന്നവളും ആയ അല്ലയോ ദേവി, അവിടുന്ന് തന്നെയാണ് ഞാൻ എന്ന് ഭാവന ചെയ്യട്ടെ. ഇതാണ് ഈ ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇങ്ങനെ അർത്ഥമറിഞ്ഞ് ജപിക്കുമ്പോൾ നമ്മിൽ ഈശ്വര ചൈതന്യത്തിൻ്റെ പ്രവാഹം നമ്മിലേക്ക് ശക്തമായി ഉണ്ടാകുകയും ജീവിതത്തിലേക്ക് സർവ ഐശ്വര്യങ്ങളും കടന്നു വരികയും ബുദ്ധിക്ക് പ്രകാശമുണ്ടാകുകയും ആയുസ്സും ആരോഗ്യവും സൗഖ്യവും ഉണ്ടാകുകയും ചെയ്യുന്നു. ഏവർക്കും ദേവീ കൃപയും കടാക്ഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശിവശക്തി ഐക്യരൂപിണ്യൈ നമഃ. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ.